ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് പഠിച്ചാലോ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഖുർആൻ ഓതണം. അപ്പം നമുക്ക് ഓതി ഷാളൊക്കെ ഓതിയിട്ട് കാണാം. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ഓതിയൊക്കെ കൊടുത്ത് നമ്മൾ ഷാളൊക്കെ നട്ടൊന്ന് ഊരി വെച്ചിട്ട് ഖുർആൻ എടുത്തേക്കാൻ പോവാണ്. ഞങ്ങൾക്ക് സ്കൂളിലത്തെ കുറച്ച് ചില്ലറ പണികളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മാത്തമാറ്റിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്കതൊന്ന് റെഡിയാക്കാം. നമുക്കാദ്യം പെൻസിൽ എടുക്കാം. എന്നിട്ട് നമുക്ക് ആലോചിച്ച് നോക്കാം. എന്നിട്ട് ആൻസർ കിട്ടുക പറയും. നമുക്കിതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കിട്ടിക്കഴിഞ്ഞ് ഫ്രണ്ട്സ് നമുക്ക് നോക്കാം കിട്ടുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇങ്ങനെ നോക്കിയാൽ 15. പിന്നെ സെക്കൻഡ് ഞാൻ തെറ്റുണ്ട് ഒക്കെ ഇഷ്ടം ക്യാൻസർ കിട്ടിയിട്ടുണ്ട്. 3 ബോക്സ് മുകളിലും അതിൻ്റെ അടിയിൽ 3 ബോക്സ്, അതിൻ്റെ അടിയിൽ 3 ബോക്സ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ മുകളിലെ 8 ഒരു ബോക്സിൽ 8, അടുത്ത ബോക്സിൽ 1, അടുത്ത ബോക്സിൽ 6. പിന്നെ അടിയത്തെ ബോക്സിൽ 3, പിന്നെ അടുത്ത ബോക്സ് 5, അടുത്ത ബോക്സിൽ 7, പിന്നെ അടുത്ത ബോക്സിൽ 4, പിന്നെ 9, പിന്നെ 2, അങ്ങനെയാണ് വരുന്നത്. 2 കട്ടി കൂട്ടട്ടെ. കണ്ട. അപ്പോൾ അങ്ങനെ അത് തുടങ്ങി. പിന്നെ നമുക്ക് ഡിസ്ക്രൈബ് ദ പിക്ചർ. പിക്ചർ ഞാൻ ഈ ഫോണിൽ എടുക്കട്ടില്ല. പിക്ചർ കിട്ടാൻ ഒരു പണിയാണ്. നമുക്ക് വരുന്ന പിക്ചർ കിട്ടി. ഞാൻ തപ്പായിരുന്നു. ഇതാണ് ഞങ്ങളുടെ പിക്ചർ. ആദ്യത്തെ ഒരു പിക്ചറിൽ ഒരു പപ്പി ഒറ്റക്കൊരു പാർക്കിൽ ഇങ്ങനെ മഴ കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം 2 കുട്ടികൾ കണ്ട്. അപ്പോൾ പപ്പി ഇങ്ങനെ തല കുളിച്ചിട്ട് ആ കുട്ടികളെ ഈ പപ്പിക്ക് വേണ്ടിയിട്ട് വന്ന് അങ്ങനെയൊക്കെയാണ് ഉള്ളത്. നമുക്കിതൊരു സ്റ്റോറി ആക്കി എഴുതാം. ഫസ്റ്റ് നമുക്ക് ഇതിൽ ടൈപ്പ് ചെയ്ത് വെക്കാം. ടൈപ്പ് ചെയ്യാം. സമയം നല്ല പോകും. ഞാനൊന്ന് ജസ്റ്റ് നോക്കാറുണ്ട്. ഇത്ര നേരം ഞാനിരുന്ന് എഴുതിയിരുന്നു. നല്ല പണി ഉണ്ടായിരുന്നത് എഴുതാൻ. ഓക്കെ, നമുക്കിത് നമ്മളെ ബുക്കിലേക്ക് എഴുതിയിട്ടുണ്ട്. ആ പിക്ചർ നോക്കിയിട്ട് കഥ എഴുതാനാണ്. അപ്പോൾ നമുക്ക് ആ കഥ എഴുതിയിരിക്കുന്നതാണ്. നമുക്ക്